പ്രകാശത്തിൻ്റെ പാപ്പ, ദരിദ്രർക്കായുള്ള സഭ എന്ന ദർശനത്തിൻ്റെ വക്താവ്. ദൈവശാസ്ത്രത്തിൻ്റെ പ്രകാശത്തിൽ സഭ മുന്നോട്ടു പോകണമെന്ന നിലപാടെടുത്ത ദാർശനികൻ. അതെ, നമ്മുടെ വലിയ ഇടയന് സുസ്വാഗതം. നമുക്ക് നമ്മുടെ വലിയ ഇടയന് സ്വാഗതം ചെയ്യാം. പ്രാർത്ഥനയോടെ ആഗോള കത്തോലിക്ക സഭയും പ്രതീക്ഷയോടെ ലോകമാകെയും കാത്തിരുന്ന സന്തോഷവാർത്ത എത്തിക്കഴിഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 14 തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യുഎസിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ഇനി വിശ്വാസികളുടെ ഇടയൻ. യുഎസിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെയാളെന്ന ചരിത്രമുദ്രയും നിയുക്ത മാർപ്പാപ്പയ്ക്കൊപ്പമുണ്ട്. കർദിനാൾമാരുടെ കോൺക്ലേവിൻ്റെ 2ാം ദിനത്തിലെ 3ാം വട്ട വോട്ടെടുപ്പിലാണ് 267ാം മാർപ്പാപ്പയായി കർദിനാൾ പ്രൊവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലെത്തിയ അദ്ദേഹം വിശ്വാസികളോടായി പറഞ്ഞു: സമാധാനം നമ്മോടുകൂടെ. ലോകം ഏറ്റവുമധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ. ദ്വിമുഖ ദൗത്യമാണ് ഓരോ മാർപ്പാപ്പയും നിർവഹിക്കേണ്ടത്. ലോകമെമ്പാടുമുള്ള 140 കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിശ്വാസം മുറുകെ പിടിച്ചും മൂല്യങ്ങൾ കൈവിടാതെയും വിശ്വാസി സാഗരത്തെ നന്മയുടെ പാതയിൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യം അചഞ്ചലം നിർവഹിക്കാനുള്ള ദൈവവിളിയാണ് ഒന്നാമത്തേത്. സഭയുടെ ഭരണനിർവഹണവും നയരൂപീകരണവുമൊക്കെ ഈ ഗണത്തിൽ പെടുന്ന ചുമതലകളാണ്. വത്തിക്കാൻ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ രാജ്യാന്തര വിഷയങ്ങളിൽ മനുഷ്യത്വപരവും നീതിപക്ഷത്വം നിൽക്കുന്നതുമായ നിലപാടുകളെടുത്ത് തിരുത്തൽ ശക്തിയായി നിലകൊള്ളുകയെന്ന രാഷ്ട്രീയ ദൗത്യമാണ് രണ്ടാമത്തേത്. അസാധാരണമാംവിധം ലോകഗതിയെ സ്വാധീനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത പിൻഗാമിയാകാനുള്ള ഭാഗ്യമാണ് ലിയോ 14 ലഭിച്ചിരിക്കുന്നത്. അനിതര സാധാരണമായ പാദമുദ്രകൾ അവശേഷിപ്പിച്ചിട്ടാണ് ഫ്രാൻസിസ് പാപ്പ വിട പറഞ്ഞത്. 2ാം ക്രിസ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് തെരഞ്ഞെടുത്തതു മുതൽ ലാളിത്യത്തിൻ്റെ ശ്രേഷ്ഠോദാഹരണമായി സ്വയം രൂപപ്പെടുത്തുകയായിരുന്നു കർദിനാൾ ബർഗോളിയോ. വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ ഒഴിവാക്കിയും വേനൽക്കാലത്തെ കൊട്ടാരവാസം ഒഴിവാക്കിയും എന്തിന് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസ്ത്രക്രമത്തിനൊപ്പമുള്ള ചുവന്ന ഷൂസ് ഒഴിവാക്കി തൻ്റെ പഴയ കറുത്ത ഷൂസ് പതിവായി ധരിച്ചും വേറിട്ട ചുവടുകളിലൂടെ ലോകമനസ്സിൽ ഇരിപ്പിടം കണ്ടെത്തിയ ഫ്രാൻസിസ് പാപ്പായുടെ പിന്തുടർച്ചക്കാരനെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകജനത ഉറ്റുനോക്കുന്നത്. മാറ്റത്തിൻ്റെ അലയൊളികൾ മുഴങ്ങി കടന്നുപോയ ഫ്രാൻസിസ് പാപ്പായുടെ നയങ്ങൾ കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയുടെ കീഴിൽ തുടരുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. വത്തിക്കാനുടനീളം ഉൾപ്പെടെയുള്ള സഭയുടെ ഭരണതലങ്ങളിൽ സ്ത്രീകൾക്ക് നിർണായക പങ്കാളിത്തം ഉറപ്പാക്കിയ പരിഷ്കരണവാദിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിസ്ഥിതിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്തും അഭയാർത്ഥി പ്രശ്നത്തിൽ സഹോദര്യത്തിൻ്റെ പക്ഷം പിടിച്ചും ഗാസയുൾപ്പെടെയുള്ള കൂട്ടക്കുരുതികൾക്കെതിരെ ശബ്ദമുയർത്തിയതും ഫ്രാൻസിസ് പാപ്പ വരച്ചിട്ട നേർചിത്രം കാലത്തിന് മായ്ക്കാനാവാത്ത വിപ്ലവകാരിയുടേതാണല്ലോ. സ്വവർഗാനുരാഗികളുടെ കാര്യത്തിൽ അനുഭാവപൂർണമായ നിലപാടെടുക്കുവാൻ ആഹ്വാനം ചെയ്ത പാപ്പ സഭയുടെ ഭൂതകാല തെറ്റുകൾക്ക് പരസ്യമായി മാപ്പ് പറഞ്ഞ് ചരിത്രത്തോട് നീതി പുലർത്തിയതും ലോകം കണ്ടു. പല വെല്ലുവിളികളും നേരിടുന്ന ഈ കാലത്ത് സഭയാകുന്ന കപ്പലിനെ ആശങ്കകളുടെ കാറും കോളും മറികടന്ന് ശാശ്വത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വർഗീയ തീരത്തേക്ക് നയിക്കാൻ പത്രോസിൻ്റെ പിൻഗാമിയായ പുതിയ കപ്പിത്താന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായാണ് ലിയോ 14 മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തിയത്. അതൊരു പുതുമയായിരുന്നു. എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നതിന് അദ്ദേഹം കാരണം പറഞ്ഞു. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ആദ്യ വാക്കുകൾ അവയായിരുന്നു. പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തുടർന്ന് പറഞ്ഞു: ഫ്രാൻസിസ് പാപ്പായുടെ ദുർബലമെങ്കിലും ശക്തമായ ശബ്ദം ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട്. അദ്ദേഹം റോമിനെ ആശീർവദിച്ചു. ഈ ഈസ്റ്റർ ദിനത്തിൽ രാവിലെ പാപ്പ ആശീർവദിച്ചത് റോമിനെ മാത്രമല്ല,
ലോകത്താകമാനമാണ്. ആ ആശീർവാദം തുടരാൻ എന്നെ അനുവദിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. തിന്മ നിലനിൽക്കില്ല. നാം എല്ലാം ദൈവകരങ്ങളിലാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ഐക്യത്തോടെ ദൈവത്തോട് കൈകോർത്ത് മുന്നോട്ടു പോകാം. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്. ക്രിസ്തുവാണ് നമുക്ക് മുൻപേ നടക്കുന്നത്. ലോകത്തിന് ക്രിസ്തുവിൻ്റെ വെളിച്ചം ആവശ്യമുണ്ട്. ദൈവത്തിലേക്കുള്ള പാലമായി മനുഷ്യകുലത്തിന് ക്രിസ്തുവിൻ്റെ പരിധിയില്ലാത്ത സ്നേഹം വേണം. നമുക്ക് സംസാരങ്ങളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും പാലങ്ങൾ പണിയാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കുന്ന ഒറ്റ ജനതയാവാം. ഫ്രാൻസിസ് പാപ്പായോട് അഗാധമായ നന്ദിയുണ്ട്. പത്രോസിൻ്റെ പിൻഗാമിയായി എന്നെ തിരഞ്ഞെടുത്ത കർദിനാൾമാരോട് ഹൃദ്യമായി നന്ദിയുണ്ട്. നിങ്ങൾക്കൊപ്പം ഏകസഭയായി മുന്നോട്ട് പോകുന്നതിന്, എപ്പോഴും സമാധാനവും നീതിയും തേടുന്നതിന്, ക്രിസ്തുവിനെ പിന്തുടരുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊപ്പം പ്രവർത്തിക്കുന്നതിന്, ഭയമില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, പ്രത്യാശയുടെ യഥാർത്ഥ മിഷണറിമാരായിരിക്കുന്നതിന്. ഞാൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ മകനാണ്. ഞാൻ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഓർക്കുന്നു. നിങ്ങൾക്കൊപ്പം ഞാനൊരു ക്രൈസ്തവനാണ്. നിങ്ങൾക്ക് ഞാനൊരു ബിഷപ്പും. ആ ചൈതന്യത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. സഭയ്ക്ക് ഞാൻ പ്രത്യേകമായ ആശംസ നേരുന്നു. നമ്മൾ മിഷനറി സഭയ്ക്ക് ആകാൻ പരിശ്രമിക്കണം. പാലങ്ങൾ പണിയുന്ന സംഭാഷണങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തുറന്ന കരങ്ങളോടെ സ്വാഗതം ചെയ്യുന്ന സഭ. നമ്മുടെ സാന്നിധ്യം സഹാനുഭൂതിയുടെയും ഒത്തുചേരലിൻ്റെതുമാവട്ടെ, സ്നേഹത്തിൻ്റെ വേരുറപ്പിച്ചതും. ലിയോ പാപ്പ പറഞ്ഞു. താൻ പ്രവർത്തിച്ച പെറുവിലെ ചിക്ലയോ രൂപതയിൽ നിന്നുള്ളവർക്ക് പാപ്പ സ്പാനിഷ് ഭാഷയിൽ ആശംസകൾ നേർന്നു. വീണ്ടും ഇറ്റാലിയൻ ഭാഷയിൽ പ്രസംഗം തുടർന്ന പാപ്പ ദുർബലരോട് സഹാനുഭൂതി കാട്ടാൻ ആഹ്വാനം ചെയ്തു. കന്യാമാതാവിന് സ്നേഹത്താൽ ഇടപെടാനുള്ള താൽപ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അദ്ദേഹം ആദ്യ ഭാഷണം അവസാനിപ്പിച്ചു. പ്രധാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളിൽ അദ്ദേഹം പറയുന്നു, നമുക്ക് ഒരൊറ്റ ജനതയാവാം. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തുവാണ് നമുക്ക് മുൻപേ നടക്കുന്നത്. ലോകത്തിന് ക്രിസ്തുവിൻ്റെ വെളിച്ചം ആവശ്യമുണ്ട്. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം, ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.